ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ പലർക്കും അവരുടെ കുട്ടിക്കാലം ഓർമ്മ വന്നു കാണും. നമ്മുടെ സ്കൂൾ ജീവിതത്തിലെ പല ഓർമ്മകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഇറേസർ. യഥാർത്ഥത്തിൽ ഇതിന് ഇറേസർ എന്ന പേരുണ്ടെങ്കിലും പലർക്കും ഇത് ഡബ്ബർ ആയിരിക്കും. എങ്കിൽ നമുക്ക് ഈ ഡബ്ബറിന്റെ നിർമ്മാണം ഒന്ന് കണ്ടാലോ? എന്നാൽ വരൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന വാട്ടർ റിമൂവ് ചെയ്ത ലാറ്റക്സിൽ ആസിഡ് ആഡ് ചെയ്ത ഡ്രൈ ആയ പൗഡർ രൂപത്തിലുള്ള റബ്ബറാണ്. പൊതുവെ മിക്ക ഫാക്ടറികളിലും സിന്തറ്റിക് റബ്ബർ പൗഡർ തന്നെയാണ് ഇറേസർ നിർമ്മാണത്തിന് യൂസ് ചെയ്യാറ്. ഈ റബ്ബർ പൗഡർ മെഷീനിലേക്ക് മാറ്റുക എന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. റബ്ബർ പൗഡർ കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ബോയിലിംഗ് മെഷീനിലിട്ട് ബോയിൽ ചെയ്യുന്നത്. ശേഷം ബോയിൽ ചെയ്ത റബ്ബർ പൗഡറിൽ കാൽഷ്യം കാർബണേറ്റ്, വൈറ്റ് ഓയിൽ തുടങ്ങിയവ ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഓയിൽ യൂസ് ചെയ്യുന്നത് ഇറേസർ കൂടുതൽ സോഫ്റ്റർ ആകാനും നിർമ്മാണ പ്രക്രിയയിൽ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനുമാണ്. ഇതിലേക്ക് വൈറ്റ് കളർ ലഭിക്കുന്നതിനായി സിങ്ക് ഓക്സൈഡോ ടൈറ്റാനിയം ഓക്സൈഡോ ആഡ് ചെയ്യാറുണ്ട്. ഇവയെല്ലാം ചേർത്തതിനു ശേഷം ബോയിലിംഗ് മെഷീനിൽ തന്നെ ഇവ മിക്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പ്രോസസ്സ് കാണുമ്പോൾ സാറ്റിസ്ഫൈങ് ആയി തോന്നുമെങ്കിലും കുറച്ചധികം നേരത്തെ പരിശ്രമം തന്നെ ഇങ്ങനെ മിക്സ് ആകാൻ വേണ്ടി വരുന്നു. റബ്ബർ മിക്സിംഗ് റോളിൽ ഇതുപോലെ കുറെ നേരം പ്രോസസ്സ് ചെയ്ത ശേഷം മാത്രമേ ഇവ നിർമ്മാണ യോഗ്യമാവുകയുള്ളൂ. മിക്സിംഗ് എല്ലാം ചെയ്ത ശേഷം അടുത്തത് ഹീറ്റിങ്ങിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു മിക്സിൽ സൾഫർ ചേർത്തുകൊണ്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സൾഫർ ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറേസറിന്റെ സ്ട്രെങ്തിനും ഡ്യൂറബിലിറ്റിക്കും വേണ്ടിയാണ്. 300 മുതൽ 370 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഹീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇറേസർ ഇഷ്ടാനുസൃതം കട്ട് ചെയ്യുന്നത്. ഇവിടെ 2 തരത്തിലുള്ള ഷേപ്പിലാണ് ഇറേസർ കട്ട് ചെയ്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്ലഗ് ഫോമിലുള്ള ഇറേസർ ഗ്രൈൻഡർ മെഷീനിലെ ഒരു ചെറിയ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ഇറേസേഴ്സ് പെൻസിലിന്റെ പുറകിൽ വയ്ക്കാനായി നിർമ്മിച്ചതാണ്. ഇത് ഉടനെ തന്നെ ഇറേസർ കമ്പനികൾ മറ്റ് പെൻസിൽ കമ്പനികൾക്ക് വിൽക്കുകയാണ് ചെയ്യാറ്. ഫ്രണ്ട്സ്, ഇതാ നിങ്ങൾക്കായി ഒരു ഫ്രീ ചാലഞ്ച്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത 5 സെക്കൻഡിൽ നിങ്ങളും അവിശ്വസനീയമായ ഭാഗ്യശാലിയാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്തതായി നീളത്തിൽ നിർമ്മിച്ചെടുത്ത ഇറേസറുകൾ ഭംഗിയിൽ കറക്റ്റായി റെക്ടാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനായി കട്ടർ ആൻഡ് ഗ്രൈൻഡർ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ഇറേസറുകളെല്ലാം മറ്റൊരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇനിയാണ് അവസാനത്തെ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇനി ബാക്കിയുള്ള അവസാനത്തെ പ്രോസസ്സായ കമ്പനിയുടെ നെയിം പഞ്ച് ചെയ്യുന്നത് മാത്രമാണ് ഉള്ളത്. ഇതിനായി പഞ്ചിങ് മെഷീനിൽ അനുയോജ്യമായ മഷി ചേർത്ത് കൊടുക്കുകയാണ്. അവസാനം ഓരോ ഇറേസറും എടുത്ത് ഓരോന്നിലും കമ്പനിയുടെ നെയിം, സിംബൽ എന്നിവ പഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ പ്രോസസ്സിലൂടെയാണ് ഓരോ ഇറേസറും നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ ഇതാ നിങ്ങളോടൊരു ചോദ്യം. ഈ ഇറേസർ എന്ന് പറയുന്ന സാധനം എത്ര പേർ മുഴുവനായി ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്? ഉത്തരം കമന്റിൽ പറഞ്ഞാൽ മതി. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.